ഇന്നൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്, ക്രിസ്പി മക്രോണി ഫ്രൈ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു ടൈപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് തരം മക്രോണിയാണോ ഉള്ളത് അതെടുക്കാം, അല്ലാതെ ഇന്നതൊന്നൊന്നുമില്ല. ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓഫ് മക്രോണി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് 1 കപ്പ് നിറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സാധാരണ എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് വെള്ളത്തിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇത് കംപ്ലീറ്റ് കുക്ക് ആവേണ്ട, ഒരു 80% മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഓരോ ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ 80% മാത്രം വേവിച്ചാൽ മതി. അത് ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഈസി ആയിട്ട് കട്ടാവുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് കഴിച്ച് നോക്കുക. കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കുക്കാവാനുണ്ടെന്ന് തോന്നണം. ആ ഒരു പാകത്തിന് നിർത്തുക. എനിക്കിപ്പോൾ ഇത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി ഇത് അരിച്ചെടുക്കുക, ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കുക. അതിനുശേഷം നല്ല നോർമൽ വാട്ടർ ഒഴിക്കുക അതിൻ്റെ വെള്ളയിലേക്ക്, അതിൻ്റെ കുക്കിങ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 2 മിനിറ്റ് മാത്രം അരിപ്പയിൽ ഇങ്ങനെ ഒന്ന് വെക്കുക. കുറച്ച് മോയ്സ്ചർ നമുക്ക് ആവശ്യമുണ്ട്, ഒരുപാടങ്ങ് വെള്ളം കളയണ്ട. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ചേർക്കാനുണ്ട് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ രണ്ടും ഈക്വലായിട്ടാണ് ചേർക്കുന്നത്. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ 80% കുക്ക് ആകാവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓവറായിട്ട് കുക്കായെങ്കിൽ അത് മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് 80% മാത്രം ഇത് ഒന്ന് കുക്കായാൽ മതി എന്ന്. അപ്പോൾ ഇതിവിടെ എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എക്സസ് ആയിട്ടുള്ള ഈ പൊടി ഒന്ന് അരിപ്പയിലൂടെ അരിച്ച് കളയാം. ഇവിടെ എക്സസ് ആയിട്ട് ഒരുപാട് പൊടി നിൽപ്പുണ്ട്, കണ്ടോ. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള അതിനകത്ത് കോട്ടിങ് ഉണ്ട്. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള എല്ലാം ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് എക്സസ് ആയിട്ടുണ്ടായിരുന്ന എല്ലാ പൊടിയും അരിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഓയിലിവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രമേ മക്രോണി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിട്ട പാടെ അങ്ങ് ഇളക്കാനും പാടില്ല. ഉടനെ ഇളക്കിയാൽ ഇതിൻ്റെ കോട്ടിങ് മുഴുവൻ ഈ എണ്ണയിലേക്ക് പോകും. അപ്പോൾ ഈ ബബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് സെറ്റിലായി തുടങ്ങുന്ന സമയത്ത് ഇളക്കിക്കൊടുക്കും. ഇപ്പോൾ കണ്ടോ, ഒന്ന് സെറ്റിലായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നല്ലപോലെ പൊട്ടിത്തെറിക്കും, കാരണം നമ്മളിതിനകത്ത് കുറച്ച് മോയ്സ്ചർ നിർത്തിയായിരുന്നല്ലോ, ആ ഒരു വെള്ളമാണ് പൊട്ടിത്തെറിക്കുന്നത്. അത് കുഴപ്പമില്ല. ഇനി ഇത് ഇളക്കി തന്നെ വേണം ഫ്രൈ ചെയ്യാനെങ്കിൽ എല്ലാ സൈഡും നമുക്ക് ഈക്വൽ കളറിൽ ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു കളർ വന്നാൽ മതി. ഇനി ഇത് മൂത്ത് കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഇത്രയും മതി. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എക്സസ് ആയിട്ടുള്ള എണ്ണ തട്ടിക്കളയാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടാണ്, സൗണ്ട് കേൾക്കാമല്ലോ, നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം തന്നെ ഇവിടെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ കോട്ടിങ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ ഞാൻ ആദ്യം എല്ലാം കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ചാട്ട് മസാല. ഇത് 1/2 ടീസ്പൂൺ മാഗിയുടെ ടേസ്റ്റ് മേക്കർ ഉണ്ടല്ലോ, നമ്മൾ മാഗി മേടിക്കുന്ന സമയത്ത് അകത്ത് കിട്ടില്ലേ, അതാണ്. അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ചാട്ട് മസാലയിൽ ഉപ്പുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാഗിയുടെ ടേസ്റ്റ് മേക്കറും ചാട്ട് മസാലയും നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുറച്ചുകൂടി മസാല ആവാം. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം വീണ്ടും 1/2 ടീസ്പൂൺ കൂടി ചേർക്കണം. അതായത് ഇപ്പോൾ 1 ടീസ്പൂൺ, അപ്പോൾ എല്ലാം 1 ടീസ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ട കളറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിട്ടാണ് വന്നിട്ടുള്ളത്, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.